ടി വി എസ് റോണിൻ്റെ ഡെലിവറിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ ടി വി എസ് റോണിൻ്റെ ഫസ്റ്റ് ലുക്കാണ്. റോണിൻ്റെ മിഡ് വേരിയൻ്റായ ചാർക്കോൾ എംബറാണിത്. ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഒരു റെട്രോ ലുക്കിൽ വരുന്ന വാഹനമാണ് ടി വി എസ് റോണിനെങ്കിലും ഇറ്റ്സ് എ മോഡേൺ വെഹിക്കിൾ. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിലെ ടീ കണ്ടിട്ട് പലരും ട്രയംഫ് ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. നല്ല ഷാമ്പൈൻ ഗോൾഡ് കളറിലുള്ള USD ഫോക്സ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് LED ആണ് വരുന്നത്. ദാറ്റ്സ് എ നൈസ് ഫീച്ചർ. 225.9cc ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ടി വി എസ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 20.4 PS പവറും 19.93 Nm ഓഫ് ടോർക്കുമാണ് ഈ വാഹനത്തിനുള്ളത്. ഗിയർ ബോക്സ് 5 സ്പീഡാണ്. സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചും ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 795 mm ആണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനും ഹാൻഡിൽ പൊസിഷനും ഒക്കെ റിലാക്സ്ഡ് ആണ്. സോ ബോത്ത് ദ ജെൻഡേഴ്സിന് ഈ വാഹനം ശരിക്കും സ്യൂട്ടാകും. 100-350 നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ടി വി എസിൻ്റെ റോണിൻ. 5'4" ഹൈറ്റ് വരുന്ന പുള്ളിക്ക് ഈ വാഹനം പ്ലാന്റഡ് ഫുട്ടാണ്. അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ പൊസിഷനും നേരത്തെ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആണ്. ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ കുറച്ച് ഫ്രണ്ടിലോട്ടായതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഗമമായിരിക്കും. ഡെയിലി കമ്മ്യൂട്ട്സ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു വാഹനമാണ്. 40+ ആണ് ഇതിൻ്റെ മൈലേജ് പറയുന്നത്. 159 കിലോഗ്രാമാണ് ഈ വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് 181 mm. ഈ കാണുന്ന എഞ്ചിൻ ഗാർഡ് ഫൈബറിലാണ്. ഞാൻ ഓടിച്ചു നോക്കിയതിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് അത്യാവശ്യം നല്ല ലൈറ്ററാണ്. ഡ്യുവൽ ചാനൽ ABS ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിംഗ് കോൺഫിഡൻസും കിട്ടുന്നുണ്ട്. ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പറാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ ഡിസ്കിൻ്റെ സൈസ് 300 mm. വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ ഭംഗിയായിട്ടാണ് TVS ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിങ്ങിനും നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്പീഡോമീറ്ററും മറ്റ് ഇൻഫർമേഷൻസും കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. ബേസിക് സ്വിച്ച് ഗിയേഴ്സാണ് TVS ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. USB ചാർജിംഗ് പോർട്ടും ഹസാർഡിൻ്റെ ഓപ്ഷനും ബിൽറ്റിനാണ്. വീലിൻ്റെ സൈസ് 110 സെക്ഷൻ ഫ്രണ്ടിലും 130 സെക്ഷൻ റിയറിലുമാണ്. പുതുതായി ഡെലിവറി എടുത്തൊരു വാഹനമായതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും ഞാനിത് ഓടിച്ചില്ല. എങ്കിലും ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഗുഡ് തന്നെയാണ്. വാഹനം എനിക്ക് അധികം വെയിറ്റ് ഫീൽ ചെയ്തില്ല. ഓടി തുടങ്ങിയപ്പോൾ ഒന്നും കൂടെ ലൈറ്ററായിരുന്നു. ഹാൻഡ്ലിംഗ് പൊസിഷനും വളരെ നന്നായിട്ടുണ്ട്. ഡ്യൂക്ക് 250 ഓടിക്കുന്ന എനിക്ക് TVS റോണിൻ അത്രത്തോളം ഫ്ലിക്കബിളായിട്ട് ഫീൽ ചെയ്തില്ല. ഓവർ റൈറ്റർ ആയിട്ടുള്ള 100-350യേക്കാളും എനിക്ക് ഈ വാഹനം സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്തു. എഞ്ചിൻ വൈബ്രേഷൻസ്, ടോപ്പ് സ്പീഡ്, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ്റെ ബ്രേക്കിംഗ് പീരീഡ് കഴിഞ്ഞ ശേഷം മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കൂ. മിനിമം ഒരു 1000 കിലോമീറ്റർ എങ്കിലും അതിന് കംപ്ലീറ്റ് ആവണം. വാഹനം ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് ഫ്യൂൽ പമ്പ് ഓൺ ആവുന്ന വരെ സമയം കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യാം. ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് വളരെ നൈസാണ്. കുറച്ച് ബേസി ആയിട്ടുള്ള എക്സോസ്റ്റ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടും. പുതിയ വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ RPM 4000 അകത്താണ് ഞാൻ നിർത്തിയത്. പലരും പുതിയ വാഹനമെടുത്ത് സ്ലോ സ്പീഡിൽ ഓടിക്കാറുണ്ട്. ശരിക്കും നിങ്ങളുടെ RPM ആണ് നോക്കേണ്ടത്. എല്ലാ ഗിയേഴ്സും കൃത്യമായി മാറി വേരിയബിൾ സ്പീഡിൽ വാഹനം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡിലായിരിക്കരുത് പുതിയൊരു വാഹനം ഓടിക്കേണ്ടത്. വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റി ഗുഡ്, സ്റ്റെബിലിറ്റി, ആ USD ഫോക്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബൈക്കിനെ കൂടുതൽ അടുത്തറിയാനായിട്ട് ഒരു ലോങ് റൈഡ് എന്തായാലും പോകേണ്ടതുണ്ട്. ആഫ്റ്റർ ഫസ്റ്റ് സർവീസ് ഞാനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Before getting a vehicle, definitely go and get a test drive. Thank you for watching. See you in the next video.